നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഭക്ഷണം തന്നാലേ ഞാൻ കഴിക്കൂ. അയ്യോ അങ്ങനെ പറയല്ലേ മാളു. ഗംഗ ഇനി വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? മാളുവിന് കഴിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. കഴിക്ക്. എനിക്ക് വേണ്ട. നിങ്ങൾ എല്ലാരും കൂടി എന്റെ ഗംഗയെ പറഞ്ഞു വിട്ടതല്ലേ. ഇനി ഗംഗ വരാതെ ഞാൻ കഴിക്കില്ല. ഞങ്ങളല്ല ഗംഗയെ പറഞ്ഞു വിട്ടത്, മഹി പറഞ്ഞിട്ടാ ഗംഗ പോയത്. ആര് പറഞ്ഞു വിട്ടാലും ഗംഗ തിരിച്ചു വരണം, അല്ലാതെ ഞാൻ കഴിക്കില്ല. വെറുതെ വാശി പിടിക്കാതെ കഴിക്കുമാളൂ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ. അത് അടുക്കളയിലേക്ക് കൊണ്ടുപോയിക്കോ സീമേ. വിശക്കുമ്പോ തനിയെ കഴിച്ചോളൂ. കുട്ടികളായാലേ ഇത്ര വാശി പാടില്ല. ഭഗവാനെ ശ്രീ മഹേശ്വര, ഗംഗ എന്തിനാ ഇവിടുന്ന് പോയത്? എന്നെ ഇഷ്ടമുള്ളവരെല്ലാം എന്റെ അടുത്തുനിന്ന് പോകുന്ന എന്തിനാ? എനിക്ക് ഗംഗ വേണം. ഗംഗ എനിക്ക് കാണണം. ഗംഗയോട് തിരിച്ചു വരാൻ പറ. ശ്രീ മഹേശ്വരൻ പറഞ്ഞ ഗംഗ കേക്കും. ഗംഗയോട് വരാൻ പറ. ആരാ ഈ സമയത്ത്? ഗംഗേ, നീ എന്താ ഈ സമയത്ത്? നീ ആരുടെ കൂടെയാ വന്നേ? ഞാൻ തനിയെ വന്നത്. അതെന്താ മോളെ? എന്തിനാ മോളെ കരയുന്നേ? മുത്തശ്ശി, എന്താ ഗംഗേ, എന്താ പറ്റിയത് മോളെ? എന്താ മോളെ, എന്താ പറ്റിയതെന്ന് പറ. ഞാൻ പറയാം മുത്തശ്ശി. അതൊന്നും കൊണ്ടുപോകാൻ സമ്മതിക്കരുത് ഗംഗ. ഇല്ല മാളു, മഹിയേട്ടൻ വരാതെ ഇതൊന്നും മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല. ഗംഗയുടെ ശ്രീ മഹേശ്വരനോട് രക്ഷിക്കാൻ പറ. അമ്മയെ ധിക്കരിക്കുന്ന ആർക്കും ഈ വീട്ടിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല. ഇനി ഞാൻ വരുമ്പോ ഇവളിവിടെ ഉണ്ടാവാൻ പാടില്ല. ഇതെല്ലാം നിന്റെ തെറ്റാണെന്നേ ഞാൻ പറയൂ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ എന്തിനാ ഇടപെടാൻ പോയത്?
അവിടേക്ക് നിന്നെ ആരും ക്ഷണിച്ചതല്ല. എന്നിട്ടും എന്തിനാ നീ അവിടെ പോയി? അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ ശ്രമിച്ചു. അതിന് എന്ത് അർഹതയാണ് നിനക്കുള്ളത്? മായേട്ടനും മാളൂനും എന്തോ സങ്കടം ഉണ്ടെന്ന് ഉറപ്പായതുകൊണ്ടല്ലേ മുത്തശ്ശി ഞാൻ ഇവിടെ നിന്നത്. മായേട്ടൻ എനിക്ക് എല്ലാം ആണെന്ന് മുത്തശ്ശിക്ക് അറിയാലോ. മായേട്ടനൊരു സങ്കടം ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ട ബാധ്യത എനിക്കില്ലേ? അതിനുള്ള അർഹത എനിക്കില്ലേ? നിന്നോട് ഇനി ഇക്കാര്യത്തിൽ തർക്കിക്കാൻ ഞാനില്ല. നീ പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഇനി നീ അങ്ങോട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ പറയല്ലേ മുത്തശ്ശി. എനിക്ക് മാളൂനെ ഇടയ്ക്കെങ്കിലും ഒന്ന് കാണണം. അവരിവിടെ വന്നാ കാണാം. അല്ലാതെ നീ അങ്ങോട്ട് പോകാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. മഹി, മാള് ഒന്നും കഴിക്കുന്നില്ല. കഴിക്കുന്നില്ലേ? അതെന്താ? ഗംഗയെ കാണണോന്ന മാള് പറയുന്നേ. ഗംഗ വന്നാലേ കഴിക്കുള്ളൂ എന്നുള്ള വാശിയില. കഴിക്കുമോളെ, ദേ കുറച്ച് കഴിച്ചാ മതി. മാളൂന് ഒത്തിരി ഇഷ്ടമുള്ള കറിയാ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഗംഗ വന്നാലേ ഞാൻ ഇനി കഴിക്കൂ. എങ്കിനീ പട്ടിണി കിടന്ന് ചത്തുപോവുകയുള്ളൂ. അമ്മ മയ്യേട്ടൻ വരുന്നുണ്ട്. മാളു കഴിക്ക്. കഴിക്കുമോളെ. ഷോ, എത്ര നേരമായിരുന്നോ ഞങ്ങൾ നിർബന്ധിക്കുന്നു? അവൾ ഒട്ടും കഴിച്ചിട്ടില്ല. ഇതാ ഞാൻ കഴിപ്പിക്കാം. എന്താ മോളെ ഇത്? എന്തിനെങ്ങനെ വാശി കാണിക്കുന്നേ? ആഹാരം കഴിക്കും. എനിക്ക് വേണ്ട. മാളു കഴിച്ചില്ലെങ്കിൽ അമ്മയ്ക്കും സങ്കടാവില്ലേ? അമ്മ ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പൊ എന്റെ സങ്കടം ആരും കാണുന്നില്ലേ? അതിന് ആർക്കും ഒരു കുഴപ്പമില്ലേ? എനിക്ക് ഗംഗയെ കാണണം. ഗംഗ വരാതെ ഞാൻ ഒന്നും കഴിക്കില്ല. ഗംഗ വീട്ടിൽ പോയതല്ലേ? എന്നും ഗംഗയ്ക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ? അതെന്താ മാള് മനസ്സിലാക്കാത്തത്? എനിക്ക് എല്ലാം മനസ്സിലായി. മഹി തന്നെയല്ലേ ഗംഗ പറഞ്ഞു വിട്ടത്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ എന്നോട് കള്ളം പറയുവല്ലേ? മഹി പോയി ഗംഗ തിരിച്ചു പിടിച്ചോണ്ട് വാ. അല്ലാതെ ഞാൻ കഴിക്കില്ല. കഴിക്കും മോളെ, പ്ലീസ്. ഇല്ല, ഞാൻ കഴിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.